കോൺക്രീറ്റിംഗ് കഴിഞ്ഞാൽ വെള്ളം കെട്ടിനിർത്തേണ്ട കാര്യമുണ്ടോ? കോൺക്രീറ്റ് ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെള്ളം കെട്ടിനിർത്തുന്ന ഒരു രീതിയെ പറയുന്നതല്ല, മറിച്ച് കോൺക്രീറ്റിംഗിന്റെ സമയത്ത് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന വെള്ളം നഷ്ടപ്പെടാതെ നോക്കുന്ന ഒരു രീതിയെയാണ് കോൺക്രീറ്റ് ക്യൂറിംഗ് എന്ന് പറയുക. കോൺക്രീറ്റ് ക്യൂറിംഗ് പ്രധാനമായും 3 ടൈപ്പാണുള്ളത്. ഒന്ന് വാട്ടർ ക്യൂറിംഗ്, സെക്കൻഡ് മെംബ്രെയിൻ ക്യൂറിംഗ്, തേർഡ് വൺ സ്റ്റീം ക്യൂറിംഗ്. ഇതിൽ വാട്ടർ ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് സർഫസ് കണ്ടിന്യൂസ് ആയി നനച്ച് അതിന്റെ ഉള്ളിലെ മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെടാതെ നോക്കുന്ന രീതിയാണ്. ചാക്ക് നനച്ച് കോൺക്രീറ്റിന്റെ മുകളിൽ ഇടുന്ന രീതിയും ഈ ഒരു തരത്തിലുള്ളതാണ്. അടുത്തതായി മെംബ്രെയിൻ ക്യൂറിംഗ്. അമിതമായ ചൂടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വെള്ളത്തിന് ദൗർലഭ്യം നേരിടുന്ന സ്ഥലങ്ങളിലോ ആണ് ഇത്തരം ക്യൂറിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. പുതിയതായി കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് സർഫസിലോട്ട് സ്പ്രേയർ യൂസ് ചെയ്തോ ബ്രഷ് യൂസ് ചെയ്തോ ഇത്തരം കോമ്പൗണ്ടുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്റ്റീം ക്യൂറിംഗ്. കോൺക്രീറ്റിന്റെ സർഫസ് വെറ്റായി നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺക്രീറ്റിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കൂട്ടി അതിന്റെ സ്ട്രെങ്ത് ഗെയിനിങ് പ്രോസസ് സ്പീഡ് കൂട്ടുന്ന ഒരു രീതിയാണ് ഇത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.